ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് റെയിൽവേയിലൊക്കെ സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ TTR, TT തുടങ്ങിയ നിരവധി പോസ്റ്റുകളൊക്കെ നിങ്ങൾ കാണാറുണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ. അപ്പം അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാൻ പറ്റും? എത്ര വയസ്സ് വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും? നമുക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ വേറെയുണ്ട്, +2 ലെവൽ വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ വേറെയുണ്ട്. അപ്പൊ റെയിൽവേയിൽ നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ മേഖലയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് 2026 റെയിൽവേയുടെ ആനുവൽ കലണ്ടർ ആണ്. അപ്പം എല്ലാ പരീക്ഷകൾക്കും മുൻപ് തന്നെ അവര് റെയിൽവേയിൽ ഏതൊക്കെ പോസ്റ്റുകൾ വിളിക്കും എന്നുള്ളത് അവർ നേരത്തെ ഒരു ആനുവൽ കലണ്ടർ ആയിട്ട് വരും. അപ്പൊ നിലവില് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ വരെയാണ്. ALP വിളിച്ചിട്ടുണ്ട്, ടെക്നീഷ്യനും വന്നു, സെക്ഷൻ കൺട്രോളറും വന്നു, അതുപോലെ പാരാമെഡിക്കലിന്റെയും ഒക്കെ ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം റിലീസാവും. ഈ വർഷം റിലീസായി കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, പരീക്ഷ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ദിവസങ്ങൾ മുന്നിൽ കിടക്കുന്നുണ്ട്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 1 ഇയർ കൊണ്ട് പരീക്ഷയിൽ എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനു മുൻപ് ഈ പരീക്ഷ രീതി എങ്ങനെയാണ്, ഏതൊക്കെ പോസ്റ്റിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും, എത്രയൊക്കെ ഏജ് ലിമിറ്റ് വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്ന പോസ്റ്റാണ് +2 ഡിഗ്രി. അതാണ് NTPC എന്ന് പറയുന്നത്. ഇത് 2 രീതിയിലുണ്ട്. ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ലെവൽ 4ഉം 5ഉം 6ഉം, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ലെവൽ 2, 1, 3. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ, അതായത് നമുക്ക് ഈ വർഷം ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 2026, നമ്മൾ ഈ വർഷം നിൽക്കാനായിട്ട് പോകണം, ഈ ഒരു ഇയറിലാണ്. അപ്പൊ ഈ ഒരു ഇയറിൽ ഈ ഒരു മന്തിലായിരിക്കാം, ഓഗസ്റ്റ് മാസമാണ് നമുക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് നമുക്ക് ആനുവൽ കലണ്ടർ അനുസരിച്ച് പറയുന്നത്. അതായത് ഇൻ കേസ് ഓഗസ്റ്റിൽ വന്നില്ല എങ്കിൽ നമുക്ക് ജൂലൈ ടു സെപ്റ്റംബർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബർ ഒക്ടോബർ മന്തിലാണ് വരുന്നത്. അപ്പൊ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ വർഷവും നമുക്ക് സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണ്, നിങ്ങളൊരു +2 പഠിച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ട്രെയിൻസ് ക്ലർക്ക്, അതിൻ്റെ ട്രാഫിക് ഓപ്പറേറ്റിംഗിൽ പേ ലെവൽ 2 ആണ്. നമുക്ക് 2, 3, 4 അങ്ങനെ 5, 6 അങ്ങനെ പല ഡിഫറെൻറ്റ് സ്കെയിൽ പേ ലെവൽ വരുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ സാലറിയും വ്യത്യാസം വരുന്നുണ്ട്. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അതാണ് CCTC എന്ന് പറയുന്നത്. ടിക്കറ്റ് ക്ലർക്ക് വരുന്നത് ട്രാഫിക്കിലാണ് വരുന്നത്. അത് നമുക്ക് 3 ലെവലാണ് വരുന്നത്. പിന്നെ വരുന്നത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇത് NTPC. അത് നമുക്ക് ട്രെയിൻസ് TTR അതുപോലെ തന്നെ ട്രെയിൻസ് ടിക്കറ്റ് ചെക്കറൊക്കെ ആയിട്ട് നിൽക്കുന്നില്ലേ, ആ പോസ്റ്റാണ്. ഇതാണ് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് +2 ലെവൽ വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പ്രധാനമായിട്ടുള്ള പോസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റ് എഴുതാൻ പറ്റും, ലെവൽ 6 ആണ് വരുന്നത്, ഹൈ ലെവലാണ് വരുന്നത്. ട്രാഫിക് ഓപ്പറേറ്റിംഗിലാണ് വരുന്നത്. ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ട്രാഫിക് അസിസ്റ്റന്റ് മെട്രോ റെയിലിൽ ട്രാഫിക് ഓപ്പറേറ്റിംഗിൽ തന്നെ വരുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് CCTS, അതാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ട്രാഫിക് കൊമേഴ്ഷ്യലാണ് വരുന്നത്. JA ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടെസ്റ്റ് ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജനറൽ കാറ്റഗറിയിലാണ്. ഇതാണ് നമുക്ക് ലെവൽ 4, 5, 6 എന്ന് പറയുന്ന ഡീല് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇത്രയും പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ അതായിരിക്കും അപ്ലൈ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് എക്സാം ആയിരിക്കും, കോമൺ ആയിട്ടുള്ള എക്സാം, പിന്നെ CBT ആണ് ചിലതിന് വ്യത്യാസം വരുന്നുള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് പോസ്റ്റ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്കും +2 ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ഈ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതായത് എങ്ങനെയാണ് പരീക്ഷാ രീതി എന്ന് പറയാം.
നമുക്ക് 2 ലെവൽ ഉണ്ടാകും. അതായത് ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആണ്. നമുക്ക് ഓൺലൈൻ കമ്പ്യൂട്ടർ രീതിയിലാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിന് ലെവൽ 1ഉം CBT 1ഉം ഉണ്ടാവും, CBT 2ഉം ഉണ്ടാവും. അപ്പോൾ ഇതിന് CBT 1ന് നമുക്ക് 100 മാർക്കാണ്, 90 മിനിറ്റ്സ്. ഇതിൽ GK വരുന്നുണ്ട്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പം സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്, അത്രയായിരിക്കും നമുക്ക് 40 മാർക്ക് വരുന്നത്. കൂടുതലായിട്ടും നമുക്ക് മാർക്ക് 60 മാർക്കാണ് വരുന്നത്. അത് മാത്സും ജനറൽ ഇൻ്റലിജൻസിനും കൂടെ കൂടിയിട്ടാണ് ഫസ്റ്റ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫയിങ് മാർക്കാണ്. നിങ്ങൾ ഈ ഒരു കട്ട് ഓഫ് ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ CBT 1 നിങ്ങൾക്ക് പാസ്സാവാം. ഇനി അതിനുശേഷം സെയിം തന്നെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ വരുമ്പോൾ നമുക്ക് 50 മാർക്കാണ് GK വരുന്നത്, മാത്സിന് 35, അതേപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 35, അതായത് 70ഉം 50ഉം 120 മാർക്കിലാണ് CBT 2ൻ്റെ പാറ്റേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ് ആണ്, കറണ്ട് അഫയേഴ്സ്, സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം കൂടെ വരുന്നത്. നമുക്ക് ഇന്ത്യൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. PSC പോലെയല്ല, നമുക്ക് കേരളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല പഠിക്കേണ്ടത്. അവിടെ നമുക്ക് പാറ്റേൺ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് CBT 2 എന്ന് പറയുന്നതാണ് ഫൈനലായിട്ട് നമ്മുടെ മെറിറ്റ് ലിസ്റ്റിൽ കൂടുന്നത്. CBT 1ൻ്റെ അല്ല, CBT 2ൻ്റെ മാർക്കാണ് കൂട്ടുന്നത്. ഇനി നമുക്ക് RRB NTPCയുടെ ഫൈനൽ കട്ട് ഓഫ് കടന്നാലാണ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലൈസേഷൻ വഴിയായിരിക്കും, അതായത് പല ഷിഫ്റ്റ് ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പോൾ പല ഷിഫ്റ്റിന് ഡിഫിക്കൽറ്റി ലെവലൊക്കെ അനുസരിച്ച് നോർമലൈസേഷൻ വഴിയായിരിക്കും നമ്മുടെ മാർക്ക് വരുന്നത്. ഇനി ഫേസ് 2നും MCQ, അതായത് ഒരു ചോദ്യം 4 ഓപ്ഷൻ, അതിൽ നിന്നാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഓരോ തെറ്റുത്തരത്തിനും 1/3 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. ആൻസർ നമ്മൾ ലീവ് ചെയ്യണം, അതേപോലെ ലീവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് മാർക്കൊന്നും ഉണ്ടാവില്ല. അതാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് CBT 1ഉം CBT 2ഉം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിനൊക്കെ ഉള്ളത് നമുക്ക് ഒരു കണ്ണ്, നമ്മുടെ ഈ റെയിൽവേയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട വളരെ വലിയ ടെസ്റ്റുകളും, അതുപോലെ തന്നെ നമ്മൾ ഇവൻ നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനൊരു ടെസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും ഒരു T-സ്കോർ ഉണ്ടാകും, ടൈപ്പിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാകും, ഐ ടെസ്റ്റ് ഉണ്ടാകും. പിന്നെ CBAT ആണ്, അതാണ് RRB NTPC കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല കേട്ടോ. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ജസ്റ്റ് നമ്മുടെ വിഷൻ സർട്ടിഫിക്കറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിന് ഇത്ര പെർസെൻറ്റേജ് ഒന്ന് മാർക്ക് കിട്ടി സ്കോർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫൈനൽ മെറിറ്റ് CBT പ്രിപ്പയർഡ് ബൈ ഗിവിംഗ് 70% വെയിറ്റേജ് ടു ദ CBT 2 മാർക്സ് ആൻഡ് 30% വെയിറ്റേജ് ടു ദ CBAT കോഴ്സ്. അപ്പോൾ 70-30 അങ്ങനെയായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, പരീക്ഷയുടെ ആ ഒരു സ്വഭാവ രീതി അനുസരിച്ച് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, നമുക്ക് പിന്നെ ചിലതിന് മാത്രം ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാവും. നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി, അത് വലിയ പാടില്ല. ഇത്ര വേർഡ്സ് നമ്മൾ മിക്കത് ഇംഗ്ലീഷിലും ഹിന്ദിയിലായിരിക്കും. അപ്പോൾ 30 വേർഡ്സ് പെർ മിനിറ്റ് ആണ് WPM സ്പീഡ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് എല്ലാത്തിലും ഇല്ല, ചില പോസ്റ്റിനായിരിക്കും വരുന്നത്, എല്ലാ പോസ്റ്റിനും ഇല്ല, ചില പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റണം. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ മുതൽ, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ, ഒരു 1 ഇയർ നല്ല രീതിയിൽ ഇതിനെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെയിൽവേ എല്ലാത്തിനും കൂടെ നിങ്ങൾക്ക് NTPC, ALP ആവട്ടെ, ഗ്രൂപ്പ് ഡി നമുക്ക് 10th ലെവലിൽ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അത് നിങ്ങൾ ന്യൂ ആണ്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് വരികയാണ്, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 150 ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ തരും. Day 1 ഇന്ന കാര്യങ്ങൾ, Day 2 ഇന്ന കാര്യങ്ങൾ, Day 3 ഇന്ന കാര്യങ്ങൾ, ലൂസെൻറ്റിൻ്റെ സയൻസിൻ്റെ ടെക്സ്റ്റ്, NCERT പക്ക NCERT ബേസ് ചെയ്തിട്ട് ഹൈ ലെവൽ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സസ് നിങ്ങൾ കണ്ടു പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുന്ന എക്സാമിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1 മുതൽ 0 ഫൗണ്ടേഷൻ ലെവലിൽ പഠിക്കാൻ താല്പര്യമുള്ളവരെ ഈ ഒരു നമ്പറിൽ വിളിച്ച് ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ RRB റെയിൽവേക്ക് ഏത് എക്സാമിന് വേണമെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ടൈമുണ്ട്. നിങ്ങളുടെ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് നമ്മുടെ ഒരു ജീവിതത്തിൽ തന്നെ മാറ്റുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അതുപോലെ റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും ഇപ്പം തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. But till then, bye-bye and thank you.